യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം നമുക്ക് നോക്കാം. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം വായിക്കാം. என்னிடத்தில் உங்களுக்கு சமாதானம் உண்டாயிருக்கும் பொருட்டு இவைகளை உங்களுக்கு சொன்னேன். உலகத்தில் உங்களுக்கு உபத்திரவம் உண்டு, ஆனாலும் திடன் கொள்ளுங்கள், நான் உலகத்தை ஜெயித்தேன் என்றார். ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്, എങ്കിലും പേടിക്കേണ്ട, ധൈര്യപ്പെടണം. എന്തുകൊണ്ട് ധൈര്യപ്പെടണം? യേശു ലോകത്തെ ജയിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്? ദൈവം കഷ്ടമുള്ളൊരു ലോകത്തെ സൃഷ്ടിച്ചില്ല. ദൈവം ശാപമുള്ളൊരു ഭൂമിയെ സൃഷ്ടിച്ചില്ല. ദൈവം വേദനയുള്ളൊരു ലോകത്തെ സൃഷ്ടിച്ചില്ല. ദൈവം ദുഃഖമുള്ളൊരു ലോകത്തെ സൃഷ്ടിച്ചില്ല. ദൈവം എല്ലാം മനോഹരമായി സൃഷ്ടിച്ചു. സൃഷ്ടിച്ച സകലതിനെയും നല്ലതെന്ന് കണ്ടു. സൃഷ്ടിച്ച സകലത്തെയും കർത്താവ് അനുഗ്രഹിച്ചു. എന്നാൽ സകലത്തെയും സൃഷ്ടിച്ചിട്ട് വാഴുവാൻ തക്കവണ്ണം മനുഷ്യന്റെ കയ്യിൽ, ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ സകല സൃഷ്ടികളെയും കർത്താവ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, വാഴുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യൻ അവൻ്റെ ഉത്തരവാദിത്വത്തിൽ പരാജയപ്പെട്ടു. മനുഷ്യന്റെ പരാജയമാണ് സാത്താൻ ഈ ലോകത്തെ അടക്കി ഭരിക്കുവാൻ ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. വാഴ്ച നടത്തുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച് പരാജയപ്പെട്ടപ്പോൾ, സാത്താന്റെ പ്രലോഭനത്തിൽ വീണ് പരാജയപ്പെട്ടപ്പോൾ, പരീക്ഷയിൽ തോറ്റുപോയപ്പോൾ, അവന് ജയിക്കുവാൻ കഴിയാതെ പോയപ്പോൾ, ലോകത്തെ ജയിക്കുവാൻ കഴിയാതെ പോയപ്പോൾ, പിശാചിനെ ജയിക്കുവാൻ കഴിയാതെ പോയപ്പോൾ, പരീക്ഷ ജയിപ്പാൻ കഴിയാതെ പോയപ്പോൾ, സാത്താൻ അവൻ്റെ വാഴ്ചയെ ഏറ്റെടുത്തു. പിശാച് അവൻ്റെ വാഴ്ചയെ ഏറ്റെടുത്തു. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പുതിയ വാഴ്ചകൾ ആരാണ് ഭരണം നടത്തുന്നത് എന്നുള്ള ലിസ്റ്റിനെ നമുക്ക് അവിടെ കാണാം. ദൈവം ഈ ഭരണത്തെ ഏൽപ്പിച്ചത് സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ. എന്നാൽ ആ ഭരണം പോയി. ആ ഭരണത്തെ തട്ടിയെടുത്തു. സാത്താൻ അത് തട്ടിയെടുത്തു. അതാണ് 12-ാം വാക്യത്തിൽ വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ആരോടാണോ പോരാടേണ്ടത് അവരാണ് ഭരണമെടുത്തിരിക്കുന്നത്. വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ, ഈ ദുഷ്ടശക്തികളുടെ കൂട്ടം ഭരണത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ലോകത്തിൽ വന്നു നിന്നാണ് കർത്താവ് പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഏദൻ തോട്ടത്തിൽ കർത്താവ് എല്ലാം നല്ലത് എന്ന് കണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ അല്ല കർത്താവ് പറയുന്നത്. അന്ന് കർത്താവ് അവരെ അനുഗ്രഹിച്ചു വിട്ടു. എന്നാൽ അനുഗ്രഹത്തെ അവൻ നഷ്ടപ്പെടുത്തി. അവൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവൻ പിന്മാറിപ്പോയി. ദൈവം കൊടുത്ത വഴിയിൽ നിന്ന് അവൻ മാറിപ്പോയി. അപ്പോഴാണ് ആ വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകാധിപതികൾ, ദുഷ്ടാത്മസേനകൾ ആ സ്ഥാനം ഏറ്റെടുത്തത്. അങ്ങനെയുള്ള ലോകത്തിലാണ് മനുഷ്യന് കഷ്ടതയുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ ഭരണത്തെ ഏറ്റെടുക്കുവാനാണ് കർത്താവ് മനുഷ്യനെ ബലപ്പെടുത്തുവാൻ കാൽവരി ക്രൂശിൽ യാഗമായി മാറിയത്. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ വചനം പറയുന്നു, സർവഭൂമിയും സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. തമിഴിൽ വായിച്ചേ. 1 യോഹന്നാൻ 5:19. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. വായിച്ചേ. நாம் தேவனால் உண்டாயிருக்கிறோம் என்றும் உலகம் முழுவதும் பொல்லாங்கனுக்குள் கிடக்கிறது என்றும் அறிந்திருக்கிறோம். അങ്ങനെയുള്ള ലോകത്തിൽ നിന്നാണ് കർത്താവ് പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിൽ കഷ്ടമുണ്ട്. ശത്രു വാഴ്ച നടത്തുന്ന, പിശാച് വാഴ്ച നടത്തുന്ന ലോകത്തിൽ കഷ്ടമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ആ വാഴ്ചയെ തിരിച്ചെടുക്കുവാൻ, മനുഷ്യനെ ബലപ്പെടുത്തുവാൻ വേണ്ടി അന്ന് മുന്നമേ കണ്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. സ്ത്രീയുടെ സന്തതി
അവന്റെ തലയെ തകർക്കുവാൻ തക്കവണ്ണം വേഷത്തിൽ മനുഷ്യരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി നമുക്ക് വേണ്ടി യേശു കർത്താവ് ഇറങ്ങി വന്നു. നമ്മിൽ ഒരുവനെ പോലെ ഇറങ്ങി വന്നു. കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് ജയത്തെ തന്നു. ഹല്ലേലൂയ. എന്നാലും പിശാചിന്റെ പ്രവൃത്തികൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 1 യോഹന്നാൻ 3:8 പറയുന്നു, 1 യോഹന്നാൻ 3:8 പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു കർത്താവ് മരിച്ചപ്പോൾ, കാൽവരി ക്രൂശിൽ യാഗമായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? പിശാചിന്റെ തലയെ തകർത്തു. അത് ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പിശാചിനെ തോൽപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. തുടർന്നും പിശാചുക്കളെ പുറത്താക്കുവാൻ കർത്താവ് ഏൽപ്പിച്ചു. തുടർന്നും പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനുണ്ട്. പിശാചിന്റെ അധികാരവും അവകാശവും തീർന്നു പോയിട്ടില്ല. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മനുഷ്യപുത്രൻ ഒരു ജയത്തെ നമുക്ക് വാങ്ങിത്തന്നു. ദൈവപുത്രനായി വന്ന് നമുക്കൊരു ജയത്തെ വാങ്ങിത്തന്നു. തുടർന്ന് ബാക്കി ജയമെടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമുക്ക് പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ഈ ശക്തികളോടാണ്. ഈ ശക്തികളോട് പോരാടി ജയിക്കണം. ആരെല്ലാം ജയിക്കും? ഹല്ലേലൂയ. എങ്ങനെയാണ് ജയിക്കേണ്ടത്? വചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും നമ്മൾ ജയിക്കണം. എങ്ങനെ ജയിക്കണം? വചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും. എല്ലാവരും പറഞ്ഞേ, വചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും. ഒരിക്കൽ കൂടെ, വചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ പിശാചിനെ ഇങ്ങനെ ജയിക്കുവാനുള്ള ഒരു വളർച്ച, അതിലൊരു സംവിധാനം പഴയ നിയമ കാലഘട്ടത്തിലെ വീണുപോയ മനുഷ്യർക്ക് ഇല്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കർത്താവ് അനേക സംവിധാനങ്ങളെയും സജ്ജീകരണങ്ങളെയും അധികം തന്നിരിക്കുകയാണ്. പഴയ നിയമത്തിൽ കാൽവരി ക്രൂശിലെ യാഗം അവർക്കില്ല. ഇന്ന് പുതിയ നിയമത്തിൽ നമുക്കതുണ്ട്. പഴയ നിയമത്തിൽ യേശുവിൻ രക്തത്തിന്റെ ശക്തി അവർക്കില്ല. പുതിയ നിയമത്തിൽ യേശുവിൻ രക്തത്തിന്റെ ശക്തി നമുക്കുണ്ട്. പഴയ നിയമത്തിൽ എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിന് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് അവർക്കില്ല. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ നമ്മോട് എന്നേക്കും കൂടെ ഇരിക്കുവാൻ, ലോകാവസാനത്തോളം നമ്മോട് കൂടെ ഇരിക്കുവാൻ, സകല സത്യത്തിലും വഴി നടത്തുവാനുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? പോരാടി ജയിക്കുവാൻ, മനുഷ്യരിൽ നിന്നും പിടിച്ചെടുത്ത വാഴ്ചയെ തിരിച്ചു പിടിക്കുവാൻ കർത്താവ് നമുക്ക് ഇതെല്ലാം തന്നിരിക്കുന്നു. യേശുവിൻ രക്തം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, യേശുവിൻ്റെ വചനം, ഇതെല്ലാം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു, തിരുനാമത്തിന് മഹത്വമുണ്ടാകണം. നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരണം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്ന് നമ്മെ പ്രാർത്ഥിക്കുവാനും പഠിപ്പിച്ചു. ഇതാണ് തുടർന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആദ്യം പോരാട്ടമില്ലാതെ സകലതും വാഴ്ച നടത്തുവാൻ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. അവൻ വീണുപോയപ്പോൾ അവന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു. ഇനി അവൻ പോരാടി അതിനെ ജയിച്ച് ആ വാഴ്ചയിലേക്ക്, അധികാരത്തിലേക്ക് മനുഷ്യൻ പഴയ പൊസിഷനിലേക്ക് കയറി വരണം. അവൻ കയറി വരണമെങ്കിൽ ആദ്യം അവൻ പലതിനെയും ജയിക്കണം. ലോകം, ജഡം, പിശാചിനെ മനുഷ്യൻ ജയിക്കണം. വചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും ജയിക്കണം. അങ്ങനെ ജയിക്കുന്ന മനുഷ്യന് മാത്രമേ അവന് യേശു ജയിച്ച ജയത്തെ എടുക്കുവാൻ കഴിയുകയുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഉയർത്തുന്നതിന് ശേഷം കർത്താവ് പറയുകയാണ്, ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ യേശു നമ്മോട് കൂടെയുള്ളപ്പോൾ, ആ കർത്താവ് തന്ന പരിശുദ്ധാത്മാവ് നമ്മിലുള്ളപ്പോൾ, യേശുവിൻ്റെ വചനം നമുക്കായിട്ടുള്ളപ്പോൾ, യേശുവിൻ്റെ രക്തം നമുക്കായിട്ടുള്ളപ്പോൾ, ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ജനം ജയിക്കും. ദൈവത്തിൻ്റെ സഭ വാഴ്ച നടത്തും. ഹല്ലേലൂയ. ഇന്ന് ലോകം അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സഭയും അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സഭ അന്തിക്രിസ്തുവിന്റെ ഭരണത്തിനായിട്ടല്ല ഒരുങ്ങേണ്ടത്. സഭ ദൈവരാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാനുള്ള ഒരു ദൗത്യത്തോടുകൂടെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ് സഭ ഒരുങ്ങേണ്ടത്. ഹല്ലേലൂയ. ലോകത്തിൽ പിശാചിന്റെ പ്രവൃത്തികൾ
പലതും സിസ്റ്റമാറ്റിക്കായി നടക്കുമ്പോൾ സഭ അവരെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് ബോധമില്ലാതെ ദൈവത്തിന്റെ രാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാനുള്ള ആ ബോധം നഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവേദലെ കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നത് ആ പിശാചിന്റെ വാഴ്ചയിൽ നിന്നും ഈ ഭൂമിയെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാനായിട്ടാണ് കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ളിടത്തോളം, സഭ ഈ ഭൂമിയിലുള്ളിടത്തോളം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ഭൂമിയിലുള്ളിടത്തോളം അധർമ്മമൂർത്തിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. സഭ ശക്തിയെ പുതുക്കണം, സഭ ആത്മാവിൽ ബലപ്പെടണം, സഭ അമിത ബലം പ്രാപിക്കണം. ഹല്ലേലൂയ. സഭ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് എഴുന്നേൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷേ ആ കഷ്ടതയിൽ പെട്ടുപോകണ്ട. ലോകത്തെ ജയിച്ച യേശു നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് ആ ലെവലിലല്ല ലോകത്തെ കാണേണ്ടത്. ലോകത്തെ ജയിച്ച യേശു കൂടെയുള്ളപ്പോൾ ലോകത്തെ നമ്മളും ജയിക്കുമെന്നുള്ള ആ കാഴ്ചയിലാണ് ഈ ലോകത്തെ കാണേണ്ടത്. കഷ്ടതയിൽ പെട്ടുകിടക്കണ്ട, കഷ്ടതയെ ജയിച്ച് പുറത്തു വരാം. കുഴിയിൽ വീണ് കിടക്കണ്ട, കുഴിയിൽ നിന്ന് പുറത്തു വരാം. ഹല്ലേലൂയ. തോറ്റു കിടക്കണ്ട, ജയിച്ച് പുറത്തു വരാം. സകലത്തെയും ജയിച്ച് പുറത്തു വരുവാനുള്ള ഒരു ബലത്തെ കർത്താവ് തൻ്റെ മക്കൾക്ക് തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്, വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക്, താഴ്മയുള്ള ദൈവമക്കൾക്ക്, സ്നേഹമുള്ള ദൈവമക്കൾക്ക്, വിശുദ്ധീകരിക്കുന്ന ദൈവമക്കൾക്ക്, തനിക്കായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവ് കൃപയെ തരും, ജയത്തെ തരും. പെട്ടുകിടക്കണ്ട, വീണു കിടക്കണ്ട, അകപ്പെട്ട് കിടക്കണ്ട, എന്നു തീരും എൻ്റെ കഷ്ടമെന്ന് കാത്തിരിക്കേണ്ട. ലോകത്തെ ജയിച്ച ജയത്തെ ഏറ്റെടുക്കുവാൻ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തന്റെ ജനത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിൽ അതിനെ പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭു ആണ് സാത്താൻ എന്ന് കർത്താവ് പറയുകയാണ്. ലോകത്തിന്റെ പ്രഭുവായി കർത്താവ് സാത്താനെ അല്ല വെച്ചത്. ലോകത്തിന്റെ പ്രഭുവായി കർത്താവ് വെച്ചത് സ്വന്തം രൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവ തേജസ്സുള്ള മനുഷ്യനെയാണ് വെച്ചത്. എന്നാൽ അവൻ ആ പൊസിഷൻ കാത്തുകൊള്ളാതിരുന്നപ്പോഴാണ് ലോകത്തിന്റെ പ്രഭുവായി സാത്താൻ ആ സ്ഥാനം കയ്യേറിയത്. കർത്താവ് പറയുന്നു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. പിശാചിന് നിങ്ങളോട് വല്ല കാര്യവുമുണ്ടോ? പിശാചിന് നിങ്ങളുടെ മേൽ അധികാരമുണ്ടോ? പിശാചിന് നിങ്ങളുടെ മേൽ അവകാശമുണ്ടോ? നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. പാപം പിശാചിന് അധികാരത്തെ കൊടുക്കുന്നു, പാപം പിശാചിന് അവകാശത്തെ കൊടുക്കുന്നു. ദൈവം ഇയ്യോബിനെ വേലികെട്ടി കാത്തതുപോലെ തൻ്റെ ജനത്തെ വേലികെട്ടി കാത്തുകൊള്ളും. ദൈവമക്കളുടെ അടുക്കൽ പിശാചിന് നിൽക്കുവാൻ കഴിയില്ല. ദൈവമക്കളുടെ പരിധിക്കുള്ളിൽ പിശാചിന് പ്രവേശിക്കുവാൻ കഴിയില്ല. സാത്താൻ ഇയ്യോബിനെ കുറിച്ച് ദൈവത്തോട് പറയുകയാണ്, നീ അവനും അവനുള്ള സകലത്തിനും വേലികെട്ടിയിരിക്കുന്നു. ഇയ്യോബ് 1:10 പറയുന്നു, നീ അവനുള്ള സകലത്തിനും വേലികെട്ടിയിരിക്കുന്നു. വേലിയുണ്ടോ? ദൈവം കെട്ടിയ വേലിയുണ്ടോ? വചനത്താൽ ശുദ്ധീകരിച്ചാൽ, യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ചാൽ ദൈവം കെട്ടുന്നൊരു വേലി, ദൈവം തരുന്നൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ മേൽ, നമ്മുടെ ശരീരത്തിൻ്റെ മേൽ, നമ്മുടെ ഭവനത്തിൻ്റെ മേൽ, നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ മേൽ, നമ്മുടെ ബിസിനസ്സിൻ്റെ മേൽ, നമ്മുടെ തൊഴിലിൻ്റെ മേൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെ മേലും ദൈവം കെട്ടുന്നൊരു വേലിയുണ്ടാകും. പിശാചിന് തൊടുവാൻ കഴിയാത്തൊരു വേലി, പിശാചിന് കുലയ്ക്കുവാൻ കഴിയാത്തൊരു വേലി, പിശാചിന് ഇടർച്ച കൊണ്ടുവരുവാൻ കഴിയാത്തൊരു വേലി, പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു വേലിയുണ്ടാകും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നോടൊരു അമ്മച്ചി ഇങ്ങനെ പരാതി പറഞ്ഞു. അമ്മച്ചി ഇന്ന് ഇവിടെ ഇല്ല. അമ്മച്ചി പറഞ്ഞു, ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ പിശാചുക്കൾ വന്നിരിക്കുന്നു, എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു, എന്നെ ഇടയ്ക്കിടയ്ക്ക് നുള്ളുന്നു, എന്നെ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടുന്നു, എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടിക്കുന്നു, എന്നെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നു. അമ്മച്ചി പിശാചെ പോ 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 എന്ന് ശാസിച്ചിട്ടും പിശാച് പോകുന്നില്ല. എന്തുകൊണ്ടെന്നറിയാമോ? പിശാചിന് ചില അവകാശങ്ങളുണ്ട്. നമ്മൾ കൊടുത്ത അവകാശം പിശാചിനെ കൊണ്ടുവരുന്നു.
നമ്മൾ ആ വേലി പൊളിച്ചു കൊടുത്തതാണ് പിശാചിനെ കൊണ്ടുവരുന്നത്. നിന്റെ അടുത്ത് പിശാചല്ല വന്നിരിക്കേണ്ടത്, നിന്റെ അടുത്ത് ദൂതന്മാർ വന്നിരിക്കണം. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമത്രേ. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമത്രേ. ഇപ്പോഴവർ തിരുമുൻപിൽ എന്നെ കാവൽ ചെയ്തു വന്നിടും. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. അടുത്തിരിക്കും കൈ പിടിച്ച് പറഞ്ഞേ, പിശാചിന് എൻ്റെ മേൽ ഒരു കാര്യവുമില്ല. സാത്താൻ എൻ്റെ മേൽ ഒരു കാര്യവുമില്ല. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന് സ്വന്തം. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന് സ്വന്തം. ഇത് പറഞ്ഞിട്ട് പുറത്തിറങ്ങി പരദൂഷണം പറയുമ്പോൾ തന്നെ നിങ്ങൾ പിശാചിനെ വെൽക്കം ചെയ്യുകയാണ്. ഓക്കെ, ഇത് പറഞ്ഞിട്ട് പുറത്തിറങ്ങി കൺട്രോൾ ഇല്ലാതെ ടെൻഷൻ അടിക്കുമ്പോൾ, കൺട്രോൾ ഇല്ലാതെ ദേഷ്യപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ പിശാചിനെ മാടി വിളിക്കുകയാണ്. പിശാചെ ഓടി വരൂ എന്ന് വിളിക്കുകയാണ്. പിശാചിനെ വിളിക്കാൻ പിശാചെ വരൂ എന്ന് വിളിക്കേണ്ട. കള്ളം പറഞ്ഞാൽ മതി, പരദൂഷണം പറഞ്ഞാൽ മതി, അസൂയപ്പെട്ടാൽ മതി, ദേഷ്യം കാണിച്ചാൽ മതി, മറ്റുള്ളവരോട് വെറുപ്പ് കാണിച്ചാൽ മതി, മറ്റുള്ളവരോട് പകയും പിണക്കവും വെച്ചുകൊണ്ട് നടന്നാൽ മതി, സാത്താൻ ഓടി വരും. സാത്താനെ വിളിക്കാൻ കഷ്ടപ്പെടുകയേ വേണ്ട. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനുമാണ് അവൻ വരുന്നത്. അവൻ വരുമ്പോൾ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും, നിന്റെ സമാധാനം നഷ്ടപ്പെടും, നിന്റെ ശരീരത്തെ അവൻ തകർക്കും, നിന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. ആകെ ദുരിതവും കഷ്ടപ്പാടും ഞെരുക്കവും നഷ്ടവും മാത്രം നിനക്കുണ്ടാകും. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന പിശാചിന് നീ നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ വഴി തുറന്നു കൊടുത്തു, എവിടെയൊക്കെയോ അവകാശം കൊടുത്തു. ആ അവകാശത്തെ നീ ക്യാൻസൽ ചെയ്യണം. ആ അവകാശത്തെ പരിശുദ്ധാത്മാവിന് കൊടുക്കണം. ആ അവകാശത്തെ ദൈവവചനത്തിന് കൊടുക്കണം. അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന് കൊടുത്ത അവകാശം, പിശാചിന് കൊടുത്ത അധികാരത്തെ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയാൽ സാത്താൻ നിന്നെ വിട്ട്, നിന്റെ ജീവിതത്തെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. വചനത്തിന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ നിനക്ക് മനസ്സിലാകും നീ എവിടെയൊക്കെയാണ് പിശാചിന് ഇടം കൊടുത്തതെന്ന്, നീ എവിടെയൊക്കെയാണ് പിശാചിന് അവകാശത്തെ കൊടുത്തതെന്ന്, നീ എവിടെയൊക്കെയാണ് നിന്റെ വേലി പൊളിച്ചു കളഞ്ഞതെന്ന് വചനത്തിന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ നിനക്ക് മനസ്സിലാകും. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് വചനം പറയുന്നു. ഒരു ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസിനെ കുറിച്ച് അവിടെ പറയുന്നു. ആ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിലുള്ളപ്പോൾ തന്നെ മനസ്സിലാക്കുക, അത് പിശാചിന് അവകാശം കൊടുക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവരോട് വെറുപ്പുണ്ടോ? പിശാചിന് നീ അവകാശം കൊടുക്കുകയാണ്. പകയുണ്ടോ? അവകാശം കൊടുക്കുകയാണ്. കയ്പുണ്ടോ? അവകാശം കൊടുക്കുകയാണ്. പിണക്കമുള്ള സ്വഭാവമാണോ? പിശാചിന് നീ അവകാശം കൊടുക്കുകയാണ്. ഭയങ്കര കോപമാണോ നിന്റെ സ്വഭാവത്തിൽ നീ പ്രകടിപ്പിക്കുന്നത്? നീ പിശാചിന് അവകാശം കൊടുക്കുകയാണ്. ജഡത്തിന്റെ പ്രവൃത്തികൾ അത് പിശാചിന് അവകാശത്തെ കൊടുക്കും. എന്നാൽ തുടർന്നുള്ള വാക്യത്തിൽ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നു. ആ സ്വഭാവം നിന്നിൽ വരുമ്പോൾ പിശാചിന്റെ അവകാശം മാറിപ്പോകും. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കും. ആരാധിച്ചിട്ടും സ്തുതിച്ചിട്ടും കർത്താവിന്റെ നാമത്തിൽ പലതും ചെയ്തിട്ടും ജഡത്തിന്റെ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ജഡത്തിന്റെ പ്രവൃത്തികൾ നിന്റെ സ്വഭാവത്തിലുണ്ടെങ്കിൽ, സാത്താന് നിന്റെ ജീവിതത്തിൽ പല മേഖലകളിലും നീ അവകാശത്തെ കൊടുത്തിരിക്കുന്നു. ആ അവകാശത്തെ നീ ക്യാൻസൽ ചെയ്യണം. നിന്റെ സ്വഭാവത്തെ നീ നേരെയാക്കണം. സ്വഭാവത്തിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടണം. സ്വഭാവത്തിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുമ്പോൾ പിശാചിന്റെ അവകാശം മാറിപ്പോകും. പിശാചിന്റെ അധികാരം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. നിന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന പിശാചിന്റെ സിംഹാസനം അത് മാറിപ്പോകും. ആ പിശാചിന്റെ സിംഹാസനത്തെ നീ ജയിക്കണം. അവന്റെ വാഴ്ചയെ നീ ജയിക്കണം. നിന്റെ ജീവിതത്തിലുള്ള വാഴ്ച, നിന്റെ ജീവിതത്തിൽ അത് ആധിപത്യം നടത്തുന്നത്, നിന്റെ ജീവിതത്തിൽ അത് റൂളിംഗ് നടത്തുന്നത്, നിന്റെ ജീവിതത്തിൽ അത് അതിന്റെ ആക്ടിവിറ്റീസ്, അതിനെ നീ ജയിക്കണമെങ്കിൽ
വിശ്വാസത്താലും ദൈവവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും ശുദ്ധീകരണത്താലും നീ അതിനെ ജയിക്കണം. ഹല്ലേലൂയ. നിന്റെ സമ്പത്തിനെ സാത്താൻ തൊടാൻ അനുവദിക്കരുത്. നിന്റെ ആരോഗ്യത്തെ സാത്താൻ തൊടുവാൻ അനുവദിക്കരുത്. നിന്റെ ബന്ധങ്ങളെ സാത്താൻ തൊടാൻ അനുവദിക്കരുത്. നിന്റെ ഒരു കാര്യത്തെയും സാത്താൻ തൊടാൻ അനുവദിക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകത്തിന്റെ പ്രഭുവിന് നീ ഇടം കൊടുക്കുമ്പോഴാണ് ആ സാത്താൻ അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന സാത്താൻ നിന്റെ ജീവിതത്തിൽ അറുക്കുകയും കൊല്ലുകയും മുടിക്കുകയും ചെയ്യുന്നത്. നിന്റെ ജീവിതത്തിൽ പിശാചിനിടം കൊടുക്കരുത്. നിന്റെ ജീവിതം ഒരു ദൈവരാജ്യമായി മാറട്ടെ, കിങ്ഡം ഓഫ് ഗോഡായി മാറട്ടെ. ദൈവ വചനമോട് ആധിപത്യം നടത്തട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ആധിപത്യം നടത്തട്ടെ. യേശുവിൻ രക്തത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ ആധിപത്യം നടത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് നീ അവകാശം കൊടുത്തിരിക്കുന്നത്? നീ ആരായാലും ശരി, ജഡത്തിന്റെ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ശാഠ്യം, പക, പിണക്കം, മത്സരം, ഉന്നതഭാവം, അഹങ്കാരം, ഭിന്നത, ഇങ്ങനെയുള്ള പിശാചിന്റെ പ്രവൃത്തികളെ ആകർഷിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ സാത്താൻ ഇടം കൊടുത്തിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നീ സാത്താൻ ഇടം കൊടുത്തിരിക്കുന്നു. അനുസരണക്കേട് നിന്നിലുണ്ടോ? വചനത്തോട് എതിർത്ത് നിൽക്കുന്ന സ്വഭാവം നിന്നിലുണ്ടോ? നീ സാത്താൻ ഇടം കൊടുത്തിരിക്കുന്നു. സാത്താൻ ഇടം കൊടുക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. ദൈവത്തിനിടം കൊടുപ്പിൻ. വിശ്വാസത്താലും താഴ്മയാലും ദൈവ സ്നേഹത്താലും അനുസരണയാലും ദൈവത്തിനിടം കൊടുപ്പിൻ. കഷ്ടതയിൽ നീ പെട്ടുകിടക്കേണ്ട. കഷ്ടതയെ ജയിച്ച കർത്താവ്, ലോകത്തെ ജയിച്ച കർത്താവ് നിന്നോട് കൂടെ ഇരിക്കട്ടെ. സാത്താൻ നിന്റെ കൂടെ ഇരിക്കണ്ട. യേശു നിന്റെ കൂടെ ഇരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിന്റെ കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 2ഉം 3ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 2ഉം 3ഉം വാക്യങ്ങൾ. அவைகளில் நீங்கள் முற்காலத்திலே இவ்வுலக வழக்கத்திற்கேற்றபடியாகவும் கீழ்ப்படியாமையின் பிள்ளைகளிடத்தில் இப்பொழுது கிரியை செய்கிற ஆகாயத்து அதிகார பிரபுவாகிய ஆவிக்கேற்றபடியாகவும் நடந்து கொண்டீர்கள். ഓക്കെ, നിൽക്കൂ. 2-ാം വാക്യത്തിൽ ലോകത്തിൽ നിങ്ങൾ എങ്ങനെയാണ്? ലോകത്തിൽ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും, ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരെ കുറിച്ചൊന്നുമല്ല പറയുന്നേ. ആകാശത്തിലെ അധികാരം എന്ന് പറഞ്ഞാൽ അത് പിശാചിന്റെ വാഴ്ച, പിശാചിന്റെ അധികാരം. നിങ്ങൾ അതിന്റെ കീഴിലായിരുന്നു. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും. അനുസരണക്കേടിന്റെ മക്കളിൽ ചില ആത്മാക്കൾ വ്യാപരിക്കുന്നു. ദൈവവചനത്തോട് എതിർത്ത് നിൽക്കുന്നവരിൽ ചില ആത്മാക്കൾ വ്യാപരിക്കും. ഏതാത്മാവ് വ്യാപരിക്കും? സാത്താന്റെ ആത്മാവ് വ്യാപരിക്കും. ഏതാത്മാവ് വ്യാപരിക്കും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല വ്യാപരിക്കുന്നേ. ദൈവവചനത്തോട് എതിർത്ത് നിൽക്കുന്നവരുടെ മേൽ, ജഡത്തിന്റെ പ്രവൃത്തികളിൽ ജീവിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് അനുസരണക്കേടിന്റെ ആത്മാവ്, അത് പിശാചിന്റെ ആത്മാവ്, അത് ദുഷ്ടന്റെ ആത്മാവ്. ഇന്ന് ആരാധിക്കുന്ന ധാരാളം പേർ അനുസരണക്കേടിന്റെ ആത്മാവിന്റെ കീഴിലാണ്. അനേകർ ആകാശത്തിന്റെ അധികാരത്തിന് കീഴിലാണ്. എന്നാൽ വചനത്താൽ ഒരു രൂപാന്തരം പ്രാപിക്കുമ്പോൾ അവർ അതിന് കീഴിലല്ല, അവർ പരിശുദ്ധാത്മാവിന്റെ വാഴ്ചയിലായി മാറും. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിന് അനുരൂപരാകുവാൻ പാടില്ല. റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ, ലോകത്തിന് ഒത്തവണ്ണമാകാതെ, ലോകത്തെ പോലെയാകാതെ, ലോകത്തിന് യോജിക്കുന്ന ലെവലിലാകാതെ നിങ്ങൾ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളവരാകണം. നിങ്ങൾ പരിശുദ്ധാത്മാവിനൊത്തവണ്ണമുള്ളവരാകണം. നിങ്ങൾ വചനത്തിനൊത്തവണ്ണമുള്ളവരാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സഭ ലോകത്തിലെ മക്കളെ പോലെയല്ല, സഭ ലോകത്തെ പോലെയല്ല. സഭയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. സഭയിൽ വ്യാപരിക്കേണ്ടത് പരിശുദ്ധാത്മാവ്, ലോകത്തിൽ വ്യാപരിക്കുന്നത് അനുസരണക്കേടിന്റെ ആത്മാവ്. ലോകത്തിൽ വ്യാപരിക്കുന്നത് ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് കൊണ്ടുപോകുന്ന ഒരു ആത്മാവുണ്ട്. ആ ദുഷ്ടാത്മാവാണ് ലോകത്തിൽ വ്യാപരിക്കുന്നത്. ദൈവ പൈതലേ, നിങ്ങളുടെ മേൽ ലോകത്തിലെ ആത്മാവ് വ്യാപരിക്കരുത്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം.
അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ് വചനം കേൾക്കും, അനുസരിക്കില്ല. വചനം കേൾക്കും, ഏറ്റെടുക്കില്ല. നിങ്ങളിൽ ഒരു ദുഷ്ടാത്മാവ് വ്യാപരിക്കുന്നു. അതുകൊണ്ട് വചനം കേട്ടാലും നിങ്ങൾ അത് ഏറ്റെടുക്കുന്നില്ല, വചനം കേട്ടാലും നിങ്ങൾ അത് അനുസരിക്കുന്നില്ല. ഒരു ദുരാത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നു. ആ ദുരാത്മാവിന് നിങ്ങൾ ഇടം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് അനുസരണക്കേട് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. മൂന്നാം വാക്യത്തിൽ அவர்களுக்குள்ளே நாம் எல்லாரும் முற்காலத்திலே நமது மாம்ச இச்சையின்படியே நடந்து நமது மாம்சமும் மனசும் விரும்பினவைகளை செய்து சுபாவத்தினாலே மற்றவர்களைப் போல கோபாக்கினையின் பிள்ளைகளாய் இருந்தோம். എന്തിന്റെ മക്കൾ? കോപത്തിന്റെ മക്കൾ. എന്ത് മക്കൾ? ഭയങ്കര കോപമുള്ളവർ. അവരെ കുറിച്ച് വചനം പറയുന്നു, നിങ്ങൾ ആരുടെ മക്കളാണ്? കോപത്തിന്റെ മക്കളാണ്. അടുത്ത് പറഞ്ഞേ, കോപത്തിന്റെ മക്കളാകണ്ട, ദൈവത്തിന്റെ മക്കളായിരിക്കാം. ആമേൻ, ഹല്ലേലൂയ. കൺട്രോളില്ലാത്ത കോപം, എന്തെന്നറിഞ്ഞുകൂടാത്ത കോപം, നിയന്ത്രിക്കാൻ പറ്റാത്ത കോപം നിങ്ങളുടെ സ്വഭാവത്തിലുണ്ടോ? നിങ്ങൾ കോപത്തിന്റെ മക്കളാണ്. രാജിവെച്ചിട്ട് പുറത്തു വാ. യേശുവിന്റെ മക്കളായി മാറ്, പരിശുദ്ധാത്മാവിന്റെ മക്കളായി മാറ്. ദൈവത്തിന്റെ മക്കളിൽ കോപം വെളിപ്പെടണ്ട, സ്നേഹം വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ മക്കളിൽ ശാഠ്യം വെളിപ്പെടണ്ട, ദൈവത്തിന്റെ മക്കളിൽ താഴ്മ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരണക്കേടുള്ളവരെ പിശാച് വഞ്ചിക്കും. വചനം കേട്ടിട്ടും അനുസരിക്കാത്തവരെ പിശാച് വഞ്ചിക്കും. വചനം കേട്ടിട്ടും അതിനെ സീരിയസ് ആയി എടുക്കാത്തവരെ സാത്താൻ വഞ്ചിക്കും. അവർ പിശാചിന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകും. എന്നാൽ ദൈവത്തിന്റെ മക്കൾ ജയിക്കേണ്ടവരാണ്. ജയിക്കുന്നവന് ഞാൻ ജീവന്റെ മന്ന തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവൻ ജീവ കിരീടം വെച്ചുകൊണ്ടിരിക്കും. ജയിക്കുന്നവൻ ദൈവം കൊടുക്കുന്ന പല നന്മകളും പ്രാപിക്കും. ജയിക്കണം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അനുസരണക്കേടിന്റെ മക്കൾ, അവരിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. അനുസരണക്കേടിന്റെ മക്കൾ, അവരിൽ വ്യാപരിക്കുന്നത് ദുരാത്മാവാണ്, പിശാചിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ജനം പിശാചിനിടം കൊടുക്കരുത്. ദൈവത്തിന്റെ ജനം വചനത്തിന്റെ മുന്നിൽ കീഴ്പ്പെടുന്ന മക്കളായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇടം കൊടുപ്പിൻ. ഹല്ലേലൂയ. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ അവസ്ഥ എന്താണ്? അതേ അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ ശരീരം കൊണ്ട് ഭൂമിയിലാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ സ്വർഗത്തിൽ നിങ്ങളെ ദൈവം ഇരുത്തിയിരിക്കുകയാണ് ആത്മാവിൽ. എഫേസ്യർ 2:7 പറയുന്നു, ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നിങ്ങളിപ്പോൾ എവിടെയാണ്? ആരൊക്കെ സ്വർഗത്തിലിരിക്കുന്നു? ഓക്കെ, ശരീരത്തിൽ നമ്മൾ ഭൂമിയിലാണ്. എന്നാൽ വചനം പറയുന്നു നിങ്ങളിപ്പോൾ ആ സ്വർഗത്തിലാണ്. കർത്താവ് നമ്മളെ ആത്മാവിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഒരു ജീവനെ തന്നു. നിങ്ങളുടെ മനസ്സിന് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ടൈം എടുക്കും. എന്നാൽ മനസ്സിൽ അടിക്കടി പറയുക, ഞാൻ ക്രിസ്തുവിനോട് കൂടെയാണ്, ക്രിസ്തു ഇരിക്കുന്ന ഇടത്താണ്. എഫേസ്യർ 2:7 പറയുന്നു, സ്വർഗത്തിൽ അവൻ ഇരുത്തും എന്നല്ല, അവൻ ഇരുത്തുകയും ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അനുസരണക്കേട് കാണിച്ച് കർത്താവ് അവിടെ നിന്ന് നമ്മളെ പുറത്താക്കാൻ ഇടം കൊടുക്കരുത്. അഹങ്കാരം കാണിച്ച് അവിടെ നിന്ന് പുറത്താക്കുവാൻ ഇടം കൊടുക്കരുത്. ശരീരത്തിൽ ഭൂമിയിലാണെങ്കിലും ആത്മാവിൽ ആൾറെഡി വി ആർ സീറ്റഡ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ നമ്മൾ ഇരുന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു ആനന്ദം മനസ്സ് അനുഭവിക്കട്ടെ, മനസ്സിൽ വെളിപ്പെടട്ടെ. കർത്താവ് നമ്മെ സ്വർഗത്തിൽ ഇരുത്തി കഴിഞ്ഞു എന്ന് എഫേസ്യർ 2:7 പറയുന്നു. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ പിശാചിന്റെ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കവിടെ കാണാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കാര്യങ്ങൾ ഇപ്പോഴേ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. ഈ ഭൂമിയിൽ സാത്താൻ പൂർണ്ണമായ അധികാരം എടുക്കണമെങ്കിൽ അതിനെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം. തടുക്കുന്നവൻ ആരാണ്? പരിശുദ്ധാത്മാവ്. അടുത്ത വാക്യത്തിൽ അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. എപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും? സഭ എടുക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്നും മാറിപ്പോകുമ്പോൾ, തടസ്സം ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തി വഴിയിൽ നിന്നും മാറിപ്പോകുമ്പോൾ,
അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. നിങ്ങളുള്ളപ്പോ അധർമ്മമൂർത്തി വെളിപ്പെടുവോ വെളിപ്പെടില്ലേ? നിങ്ങളുള്ളപ്പോ അധർമ്മമൂർത്തി വെളിപ്പെടുവോ വെളിപ്പെടില്ലേ? പറഞ്ഞേ. നിങ്ങൾ റിസർച്ചിങ്ങിലാണല്ലേ? അതായത് നിങ്ങൾ അനുസരണക്കേടിന്റെ ആത്മാവിൽ താന്തോന്നികളായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളും അധർമ്മമൂർത്തിയുടെ കസ്റ്റഡിയിലായിരിക്കും. നിങ്ങളിൽ തന്നെ അധർമ്മമൂർത്തി വെളിപ്പെടും. എന്നാൽ നിങ്ങൾ വചനത്തിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുള്ളപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടില്ല. ഹല്ലേലൂയ. നിങ്ങൾ വചനത്തിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ, യേശുവിൻ രക്തത്തിന്റെ ശക്തി നിങ്ങളിൽ നിന്ന് വെളിപ്പെടുമെങ്കിൽ അധർമ്മമൂർത്തി നിങ്ങൾ മുഖാന്തരം വെളിപ്പെടില്ല. ഹല്ലേലൂയ. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തി എങ്ങനെ നശിപ്പിക്കും? യേശു എങ്ങനെ നശിപ്പിക്കും? വായിലെ ശ്വാസത്താൽ നശിപ്പിക്കും. അത്രയേ ഉള്ളൂ. സാത്താന് ഇപ്പോൾ ഒരു ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്, പ്രവർത്തിക്കുവാൻ ഒരു ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിംഗ് വരെ അത് പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷേ ദൈവമക്കൾ പിശാചിന് ഇടം കൊടുക്കരുത്. യേശുവിന്റെ മുന്നിൽ സാത്താൻ ശ്വാസത്തിന്റെ മുന്നിൽ പോലും നിൽക്കില്ല. ശ്വാസത്തിൽ തന്നെ അവൻ നശിച്ചു പോകും. അത്രക്കേ സാത്താൻ ഉള്ളൂ. പക്ഷേ അവനുള്ള കാലപരിധിക്കുള്ളിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. നമ്മുടെ ജീവിതത്തിൽ പിശാചിനിടം കൊടുക്കരുത്. അവനെ തോൽപ്പിക്കുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. സഭ മുഖാന്തരം യേശുവിന്റെ മൂക്കിൽ നിന്നും ശ്വാസം സാത്താനെ നശിപ്പിക്കുവാണ്ടക്കവണ്ണം പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. സാത്താൻ വെളിപ്പെടുമ്പോഴും ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. എന്നാൽ സത്യം, നീതി പോലുള്ള കാര്യങ്ങൾ അപ്പോഴുണ്ടാകില്ല. വഞ്ചനയുണ്ടാകും, അനീതി ഉണ്ടാകും, അസത്യമുണ്ടാകും. എല്ലാ തരത്തിലുള്ള അശുദ്ധിയും അധർമ്മമൂർത്തി വെളിപ്പെടുമ്പോൾ ഉണ്ടാകും. സത്യം, നീതി പോലുള്ള ദൈവിക ഗുണങ്ങൾ ഉണ്ടാകില്ല. പക്ഷെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും. സത്യവും നീതിയും ഉണ്ടാകില്ല. അടുത്ത വാക്യത്തിൽ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. എന്തുകൊണ്ടാണ്? സത്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് അവർ അധർമ്മമൂർത്തിക്ക് അടിമകളായി പോകും. സത്യത്തെ സ്നേഹിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വാഴ്ച നടത്തും. സത്യത്തെ സ്നേഹിച്ചില്ല എങ്കിൽ അധർമ്മമൂർത്തി സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തും. ഹല്ലേലൂയ. അടുത്തേക്ക് എടുത്തു പറയാം, സത്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കും. പിശാചിനിടം കൊടുക്കരുത്. ഹല്ലേലൂയ. അടുത്ത വാക്യം, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്, നെക്സ്റ്റ്, ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ആരയക്കുന്നു? ദൈവം അയക്കുന്നു. എന്തിനയക്കുന്നു? വ്യാജത്തിന്റെ വ്യാപാര ശക്തി. എന്തുകൊണ്ട്? സത്യത്തെ അംഗീകരിക്കാത്തത് കൊണ്ട്. സത്യം, നീതി പോലുള്ള ദൈവത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെ ത്യജിക്കുന്നത് കൊണ്ട്, മാറ്റി നിർത്തുന്നത് കൊണ്ട് സാത്താന് അവകാശം ലഭിക്കുന്നു. സാത്താന് നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് അവകാശം കൊടുക്കുന്നത്. ദൈവം സാത്താന് ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാത്താൻ ഇടം കൊടുക്കരുത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഹല്ലേലൂയ. അനുസരണക്കേട് കാണിച്ചിട്ട് പിശാചിന് ഇടം കൊടുത്തിട്ട് സാത്താൻ അറുക്കുകയും കൊല്ലുകയും മുടിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കരുത്. ജയമെടുക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അനുസരണക്കേട് കാണിച്ചിട്ട് ദൈവത്തിന്റെ വഴി വിട്ടു പോയിട്ട് വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നും മാറിപ്പോയിട്ട് തന്നിഷ്ടത്തിൽ പോയിട്ട് ബുദ്ധിയിൽ മുന്നോട്ട് പോയിട്ട് തകർച്ചകൾ വന്നിട്ട് പിശാചിന് ഇടം കൊടുത്തതിന് ശേഷം തകർച്ചകൾ വന്നിട്ട് ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കരുത്. നിങ്ങൾ കഷ്ടത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഞെരുക്കത്തിലും ഇരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം. പരീക്ഷാ കാലഘട്ടങ്ങൾ ഉണ്ടെങ്കിലും അത് ദീർഘകാലമുള്ളതല്ല, അത് കുറച്ചു കാലത്തേക്ക്.
യേശുവിന്റെ ജീവിതത്തിലും പരീക്ഷകൻ പരീക്ഷിക്കുവാൻ തക്കവണ്ണം ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസം കൊണ്ട് കർത്താവ് അത് ജയിച്ച് പുറത്തു വന്നു. 40 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടുന്ന മരുഭൂമി യാത്ര ഇസ്രായേൽ മക്കൾ അനുസരണക്കേടുള്ളത് കൊണ്ട് 40 വർഷം യാത്ര ചെയ്യേണ്ടി വന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷയുടെ കാലഘട്ടത്തിൽ ദീർഘകാലം നിങ്ങൾ അങ്ങനെ കിടക്കുകയാണോ? അല്ല, വേഗത്തിൽ ജയിച്ച് പുറത്തു വരുവാൻ വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുമോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പുറത്തു വരുമോ? യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നിങ്ങൾ പുറത്തു വരുമോ? പുറത്തു വരണം. കഷ്ടതയിൽ കിടക്കണ്ട, മരുഭൂമിയിൽ കിടക്കണ്ട, പരീക്ഷകന്റെ കസ്റ്റഡിയിൽ കിടക്കണ്ട. ജയിച്ച് പുറത്തു വരണം. വചനത്താൽ ജയിച്ച് പുറത്തു വരാം. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനാൽ പുറത്തു വരാം. യേശുവിൻ രക്തത്തിന്റെ ശക്തിയാൽ പുറത്തു വരാം. ഹല്ലേലൂയ. പരീക്ഷയിൽ കടത്താതെ വണ്ണം സകല ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ദൈവജനം പരീക്ഷയിൽ കിടക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. കർത്താവിൽ ആശ്രയിപ്പേൻ. ഇത് തന്നെ സുഖമെന്ന് പറഞ്ഞ് കഷ്ടതയിൽ കിടക്കരുത്. യു ഹാവ് ടു കം ഔട്ട്. നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾ പരീക്ഷയിൽ കിടക്കുന്നത്, നിങ്ങൾ തോറ്റു കിടക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. കൃപ പ്രാപിക്കുവൻ, കരുണ പ്രാപിക്കുവൻ, ദയ പ്രാപിക്കുവൻ. മരണനിഴലിന്റെ താഴ്വരയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ അത് അല്പകാലത്തേക്ക് മാത്രം. എന്നും മരണനിഴലിന്റെ താഴ്വരയിൽ കിടക്കേണ്ട. കം ഔട്ട് ഫ്രം ദെയർ. അവിടെ നിന്ന് പുറത്തു വരുവൻ. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നടത്തട്ടെ. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ നടത്തട്ടെ. എന്നും മരണനിഴലിന്റെ താഴ്വരയിൽ, കൂരിരുളിന്റെ താഴ്വരയിൽ എന്നും നീ കിടക്കേണ്ടതില്ല. അങ്ങനെ പോയാലും നീ ധൈര്യമായിരിക്കണം. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. പക്ഷേ ദീർഘകാലം നീ അവിടെ കിടക്കരുത്. ഷോർട്ട് പീരീഡ് കൊണ്ട് നീ പുറത്തു വരണം. കുറഞ്ഞ കാലം കൊണ്ട് നീ അവിടെ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. രോഗത്തിന്റെ മേലൊരു ജയം തരുവാൻ കർത്താവ് ശക്തനാണ്. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും ജയം തരുവാൻ കർത്താവ് ശക്തനാണ്. എല്ലാ തരത്തിലുള്ള പ്രതികൂലങ്ങളിൽ നിന്നും ജയം തരുവാൻ കർത്താവ് ശക്തനാണ്. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അമിത ബലം ഇറങ്ങി വരുമ്പോൾ, അത്യന്ത ശക്തി വ്യാപരിക്കുമ്പോൾ, നിങ്ങൾക്കെതിരെ പോരാടുന്ന പൈശാചിക ശക്തികൾ നിങ്ങൾ ജയിക്കും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് സർവായുധ വർഗം ധരിപ്പിൻ. ഹല്ലേലൂയ. എത്ര പേർ പുറത്തു വരും? ഹല്ലേലൂയ. പുറത്തു വരുവൻ. വചനത്തിന്റെ വെളിച്ചത്തിൽ പുറത്തു വരുവൻ. പരിശുദ്ധാത്മ ശക്തിയിൽ, അഭിഷേകത്തിന്റെ ആരാധനയിൽ പുറത്തു വരുവൻ. യേശുവിൻ രക്തത്തിന്റെ ശക്തിയാൽ പുറത്തു വരുവൻ. പിശാചിന് നിങ്ങളുടെ മേൽ ഒരു കാര്യവുമില്ല. ലോകത്തിന്റെ പ്രഭുവിന് നിങ്ങളോട് ഒരു കാര്യവുമില്ല. കാര്യമുണ്ടെങ്കിൽ ആ കാര്യത്തെ അവസാനിപ്പിക്കുക. നിങ്ങളുടെ സ്വഭാവം കൊണ്ട്, നിങ്ങളുടെ ജീവിതം കൊണ്ട് പിശാചിന് അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അവകാശത്തെ അവസാനിപ്പിക്കുക. ഫുൾ സ്റ്റോപ്പ് വെക്കുക. ദൈവത്തിന്റെ കരുണ ലഭിക്കട്ടെ, ദൈവത്തിന്റെ ക്ഷമ ലഭിക്കട്ടെ. പിശാചിന്റെ അവകാശം മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ രാജ്യമായി നമുക്ക് മാറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനം കഷ്ടതയിൽ കിടക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. ദൈവജനം കഷ്ടതയിൽ കിടക്കണമെന്നുള്ളത് സാത്താൻ കണ്ണു കുരുടാക്കപ്പെട്ടവരുടെ അവരുടെ ലക്ഷ്യമാണ്. സാത്താൻ കണ്ണു കുരുടാക്കിയാൽ കഷ്ടത അവകാശമായി വെച്ചേക്കും. കഷ്ടത അവകാശമായി കാണരുത്. കഷ്ടത അവകാശമല്ല, ജയം നമ്മുടെ അവകാശം. യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയം നമ്മുടെ അവകാശം. എല്ലാ സാഹചര്യങ്ങളിലും വചനത്താൽ ജയിക്കുവാൻ, യേശുവിൻ രക്തത്താൽ ജയിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ ജയിക്കുവാൻ, സർവായുധ വർഗങ്ങളാൽ ജയിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട പൊസിഷനിലേക്ക് തിരിച്ചു വരാം. ദൈവം നമ്മെ ആ പഴയ പൊസിഷനിലേക്ക്, ആദാമും ഹവ്വയും നഷ്ടപ്പെടുത്തിയ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരട്ടെ. കർത്താവ് നമുക്ക് അറിയിച്ചു തരുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ആ പൊസിഷനിലേക്ക് പ്രൊമോട്ടായി വന്നുകൊണ്ടേയിരിക്കും. ഓരോ പ്രൊമോഷന് മുന്നായും ഒരു പരീക്ഷണ കാലഘട്ടമുണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾ കോപിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കും. നിങ്ങളെ കോപിപ്പിക്കുവാനുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ആകും. എന്നാൽ കോപിക്കാതെ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ പ്രൊമോഷൻ കർത്താവ് തരും. ഹല്ലേലൂയ. എല്ലാ സിറ്റുവേഷനും നിങ്ങൾ വചനത്താൽ ജയിക്കണം. ആത്മാവിന്റെ ഫലത്താൽ ജയിക്കണം. സർവായുധ വർഗത്താൽ ജയിക്കണം. പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ ജയിക്കണം. യേശുവിൻ രക്തത്താൽ ജയിക്കണം. ജയിച്ചാൽ
സാത്താന് നിങ്ങളുടെ മേൽ അധികാരമുണ്ടാകില്ല, അവകാശമുണ്ടാകില്ല. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന അവന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നിന്നും അഴിഞ്ഞു പോകും. ഹല്ലേലൂയ. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും നിന്റെ മേൽ പിശാചിന് അധികാരം കൊടുക്കരുത്, അവകാശം കൊടുക്കരുത്. ദൈവത്തിന്റെ സൗഖ്യം നിന്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. മരുന്നിനും വൈദ്യനും അടിമപ്പെട്ടിരിക്കേണ്ട. വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ജയമെടുക്കുവേൻ. ഹല്ലേലൂയ. ബെൽസസിന്റെ സാക്ഷി നമ്മൾ കേട്ടു അല്ലേ? 35 വർഷമായി പ്രഷർ, കൊളസ്ട്രോൾ, വേറെന്താ, ഷുഗർ. പക്ഷേ ഈ കാലത്ത് സിസ്റ്ററിന് ജയമെടുക്കുവാൻ ദൈവം കൃപ കൊടുത്തു. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കാണെന്ന് തോന്നുന്നു സിസ്റ്റർ എന്നെ വിളിച്ച് പറയുന്നത് കേട്ടു, എനിക്ക് പ്രഷറും വേണ്ട, ആണോ, കൊളസ്ട്രോളും വേണ്ട, ഷുഗറും വേണ്ട. ദൈവം ആഗ്രഹത്തെ മാനിച്ചു. അത് ടോട്ടലി മാറി പുറത്തു വരുവാൻ കർത്താവ് കൃപയെ തന്നു. ഹല്ലേലൂയ. ഈ ബലഹീനതകളിൽ ഇരിക്കുന്നവർ വിശ്വസിപ്പിൻ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഷുഗർ എന്ന മതിലിനെ ഞാൻ ചാടിക്കടക്കും. കൊളസ്ട്രോൾ എന്ന മതിലിനെ ഞാൻ ചാടിക്കടക്കും. പ്രഷർ എന്ന മതിലിനെ ഞാൻ ചാടിക്കടക്കും. വിശ്വസിപ്പിൻ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ ജയമെടുക്കും. വചനത്താൽ ഞാൻ ജയമെടുക്കും. യേശുവിന്റെ രക്തത്താൽ ഞാൻ ജയമെടുക്കും. പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ ഞാൻ ജയമെടുക്കും. അഭിഷേകത്തിന്റെ ശക്തിയാൽ ഞാൻ ജയമെടുക്കും. എത്ര പേർക്ക് ജയമെടുക്കണം? യെസ്, ജയമെടുക്കുവേൻ. ആ കാലം നീണ്ടുപോകരുത്. ഇസ്രായേൽ മക്കളെ പോലെ 40 വർഷത്തിലേക്ക് അത് നീണ്ടുപോകരുത്. ഷോർട്ട് ടൈമിൽ നിങ്ങൾ ജയമെടുക്കണം. രോഗത്തിന് നമ്മുടെ മേൽ കാര്യമില്ല, ലോകത്തിന് നമ്മുടെ മേൽ കാര്യമില്ല, പിശാചിന് നമ്മുടെ മേൽ കാര്യമില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ മേൽ കാര്യമുള്ളൂ. ദൈവത്തിന് മാത്രമേ നമ്മുടെ മേൽ കാര്യമുള്ളൂ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മാത്രമേ നമ്മുടെ മേൽ കാര്യമുള്ളൂ. ജയമെടുക്കുവാനൊക്കെ വേണം ഹൃദയത്തെ ഒരുക്കുവിൻ. പരിശുദ്ധാത്മാവ് അതിനുള്ള മുഖാന്തരങ്ങളെ തുറന്നു തരും. ബുദ്ധി കൊണ്ട് എത്ര ശ്രമിച്ചാലും, പണം കൊണ്ട് എത്ര ശ്രമിച്ചാലും ജയമെടുക്കുവാൻ കഴിയാത്തിടത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജയമെടുക്കുവാൻ കർത്താവ് കൃപയെ തരും. തൻ്റെ മക്കൾക്കായി ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. സേവകാത്മാക്കളെ കർത്താവ് വെച്ചിരിക്കുന്നത് തൻ്റെ ജനത്തെ സേവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൂതന്മാരെ അയച്ച് കർത്താവ് കാത്തുപരിപാലിക്കും. ഒരു സാക്ഷി നിങ്ങൾ കേട്ടു, ഒരു ബൈക്ക് വന്ന് ഇടിച്ചിട്ടും ഇടി കൊണ്ട ആൾ അറിഞ്ഞില്ല. എന്താ കാര്യം? ദൂതൻ അത് തടഞ്ഞു. ഇടിയുടെ ശബ്ദം കേട്ടു, ഇടി കൊണ്ട് സ്കൂട്ടർ തെറിച്ചുപോയി, പക്ഷേ ഇടി കൊണ്ട ആൾ അത് അറിഞ്ഞില്ല. എന്താ കാര്യം? ദൂതൻ അതിനെ തടഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും, കാത്തുകൊള്ളും, ക്ഷമ തരും. പരീക്ഷയിൽ കടത്താതെ കർത്താവ് നമ്മെ നടത്തും. പിശാചിന് ഏതെങ്കിലും ഇടങ്ങളിൽ അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ കഷ്ടതയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരില്ല. പിശാചിന് എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അറുക്കുവാനും കൊല്ലുവാനും വരുന്ന, മുടിക്കുവാൻ വരുന്ന പിശാചിന്റെ വാഴ്ചയിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുറത്തു വരില്ല. പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുവിൻ. ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും മാത്രമേ യേശു വന്നത്. ആ യേശുവിന്റെ ആധിപത്യം, പരിശുദ്ധാത്മാവിന്റെ ആധിപത്യം, വചനത്തിന്റെ ആധിപത്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ബലഹീനതകളിലെല്ലാം കർത്താവ് ബലപ്പെടുത്തും. നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയായിരുന്നാലും അതിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവ് കൃപയെ തരും, കർത്താവ് ബലത്തെ തരും. പുറത്തു വരുവാൻ ആഗ്രഹിപ്പൻ. കർത്താവിനോട് പറയുവിൻ, കർത്താവേ, എനിക്ക് ഈ കുഴിയിൽ കിടക്കാൻ വയ്യ, എനിക്ക് പുറത്തു വരണം. എനിക്ക് ഈ കഷ്ടതയിൽ കിടക്കാൻ വയ്യ, എനിക്ക് പുറത്തു വരണം. എനിക്ക് ജയമെടുത്ത് പുറത്തു വരണം. എനിക്ക് ഈ അടിമത്തത്തിൽ കിടക്കുവാൻ വയ്യ, എനിക്ക് ജയമെടുത്ത് പുറത്തു വരണമെന്ന് കർത്താവിനോട് പറയുവിൻ. കർത്താവ് നിങ്ങൾക്ക് ജയത തരും. രോഗമെന്ന കുഴിയിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും.
കടഭാരം എന്ന കുഴിയിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അടിമത്തം എന്ന കുഴിയിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. കർത്താവ് അത്ഭുതങ്ങളെ നിനക്ക് വേണ്ടി ചെയ്യും. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേക ഉള്ളങ്ങളോട് നീ ഇടപെടുകയാണ്. നിന്റെ കഷ്ടതയുടെ കാലം തീരാൻ കാലമായി. നിന്റെ കഷ്ടതയുടെ കാലം തീരാൻ കാലമായി. നിന്റെ കണ്ണുനീരിന്റെ കാലം തീരാൻ കാലമായി. പുറത്തു വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടതയിൽ കിടക്കണമെന്ന് കർത്താവിന് ഇഷ്ടമില്ല. കർത്താവിന്റെ നാമം നിമിത്തം ചില കഷ്ടപ്പാടുകൾ നീ ഏറ്റേക്കാം, ചില ശ്രമങ്ങൾ, ചില ബദ്ധപ്പാടുകൾ എടുത്തേക്കാം. അത് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവനാമത്തിൽ ചെയ്യുന്നത്. നിന്റെ ജീവിതത്തിൽ നീ കഷ്ടതയിൽ കിടക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമില്ല. രോഗത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും വേദനയിലും അടിമത്തത്തിലും ദാരിദ്ര്യത്തിലും നീ കിടക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമില്ല. പക്ഷേ ഏത് സിറ്റുവേഷനിലും ദൈവത്തോട് കാണിക്കുന്ന നിന്റെ സ്നേഹം, അതിനായി കർത്താവ് നിന്നെ മാനിക്കും. ഒരുപക്ഷെ ജയിക്കുവാനുള്ള ജ്ഞാനം നിനക്ക് കിട്ടിയില്ല എങ്കിലും ഏത് സിറ്റുവേഷനിലും ഞാൻ കർത്താവിനെ വിട്ട് പിന്മാറിപ്പോവുകയില്ല എന്ന് പറയുന്ന നിന്റെ ഉള്ളമുണ്ടല്ലോ, അതിനെ കർത്താവ് മാനിക്കും. പക്ഷെ ദൈവവേദലേ, നീ അവിടെ കിടക്കണ്ട, നീ പുറത്തു വരണം. നീ ആ കുഴിയിൽ കിടക്കണ്ട, നീ പുറത്തു വരണം. നീ ആ പൊട്ടക്കിണറ്റിൽ കിടക്കണ്ട, നീ പുറത്തു വരണം. നീ ആ ജയിലിൽ കിടക്കണ്ട, നീ പുറത്തു വരണം. യോസെഫ് ജയിലിൽ കിടന്നു. പക്ഷേ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. എപ്പോ? ജയിലിൽ കിടന്നപ്പോഴും. ജയിലിൽ കിടന്നപ്പോഴും യോസെഫിനോട് കൂടെ യഹോവ ഉണ്ടായിരുന്നു. പൊട്ടക്കിണറിൽ വീണപ്പോഴും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപവാദങ്ങൾ, ഞെരുക്കങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നപ്പോഴും യഹോവ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവന് വേണ്ടി ഒരു രാജ്യത്തെ തന്നെയും കർത്താവ് മാറ്റങ്ങൾ വരുത്തി അവന് വേണ്ടി ആ രാജ്യത്തെ, ആ കാലഘട്ടത്തെ, അന്തരീക്ഷത്തെ, ക്ലൈമറ്റിനെ കർത്താവ് ഒരുക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ രൂപാന്തരപ്പെട്ട് വരുമ്പോൾ അവന് വേണ്ടി കാലാവസ്ഥയിൽ കർത്താവ് കൈവയ്ക്കും. ഒരു ദൈവ പൈതൽ രൂപാന്തരപ്പെട്ട് വരുമ്പോൾ അവന് വേണ്ടി ഒരു കൾച്ചറിൽ കർത്താവ് കൈവയ്ക്കും. ഒരു ദേശത്തിൽ കർത്താവ് കൈവയ്ക്കും. ഭരണ സംവിധാനങ്ങളിൽ കർത്താവ് കൈവയ്ക്കും. എല്ലാ ഏരിയാസിലും ഒരു രൂപാന്തരപ്പെട്ടു വരുന്ന ദൈവ പൈതലിന് വേണ്ടി കർത്താവ് കൈവയ്ക്കും. ഹല്ലേലൂയ. ഒരിക്കൽ ദൈവത്തെ കൂടാതെ മനുഷ്യൻ വലുതാകാമെന്ന് വിചാരിച്ച് ബാബേൽ ഗോപുരം പണിതുയർത്തു. എന്നാൽ നമുക്കൊന്നായിരിക്കാം, നമ്മൾ ബലപ്പെട്ട് ശക്തരായി വരാം എന്നവർ ആഗ്രഹിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ദൈവമില്ല. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല. ദൈവത്തെ കൂടാതെ പണിതുയർത്തുന്ന എല്ലാ സംവിധാനങ്ങളെയും ഈ ലോകത്തിൽ നിന്നും തകർത്തെറിയുവാനൊക്കെ വേണം. ആമേൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ സഭ എഴുന്നേൽക്കേണ്ടതുണ്ട്. ദൈവത്തെ കൂടാതെ പണിതുയർത്തുന്ന എല്ലാ ലോക സംവിധാനങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ നിന്നും തകർത്തുടച്ചു കളയും. ഹല്ലേലൂയ. അത് ടെക്നോളജി ആയാലും ശരി, അത് സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സ് ആയാലും ശരി, ദൈവത്തെ കൂടാതെ മനുഷ്യൻ കൈവരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവമെതിരായിരിക്കും. ഹല്ലേലൂയ. സഭയെ കർത്താവിനോട് ചേർന്ന് നിൽക്ക്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്ക്, വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്ക്. വചനത്താൽ നിന്റെ എല്ലാ കാര്യതകളും നീ ചിട്ടപ്പെടുത്ത്. മഹത്വത്തിന്റെ രാജാവ് നിന്നിൽ, നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കട്ടെ. ഒരു ദേശത്തിൽ ഒരു നീതിമാനുണ്ടെങ്കിൽ അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ജയിലിൽ കിടന്നാലും അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അവൻ പൊട്ടക്കിണറിൽ കിടന്നാലും അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അവൻ തീച്ചുളയിൽ കിടന്നാലും അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അവൻ സിംഹത്തിന്റെ കുഴിയിൽ കിടന്നാലും അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അവൻ അടിമത്തത്തിൽ കിടന്നാലും അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവത്തിനായി കാത്തിരിക്കുന്ന, ദൈവത്തിന്റെ സ്നേഹം ഉള്ളിലുള്ള തൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. ലോകത്തിലെ സംഭവങ്ങളെ കണ്ട് നിരാശപ്പെടേണ്ട. തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. അവൻ ശക്തനാണ്. അവന്റെ മഹത്വം വലിയതാണ്. അവന്റെ മുന്നിൽ ഒന്നിനും നിൽക്കാൻ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യെസ്, അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ
സാത്താൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് യേശുവിൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് കാണാം. ഓക്കെ, സാത്താൻ പല കാര്യങ്ങൾ യേശുവിനോട് പറയുകയാണ്. അത് യേശുവിൻ്റെ ജീവിതത്തിൽ പരീക്ഷണ കാലഘട്ടമാണ്. പക്ഷേ ആ പരീക്ഷണങ്ങളെല്ലാം കർത്താവ് എങ്ങനെ ജയിച്ചു? വചനത്താൽ ജയിച്ചു. എങ്ങനെ ജയിച്ചു? അപ്പോൾ ദൈവത്തിൻ്റെ വചനം നാം ദൈവാലയത്തിൽ കേൾക്കുന്നു. ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയോഗിക്കണം. ഈ കേൾക്കുന്ന വചനം പ്രയോഗിക്കുവാനുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരും. ആ സമയത്തെല്ലാം നിങ്ങൾ ഈ വചനം പ്രയോഗിക്കുമ്പോൾ, when you apply this word of God over there, നിങ്ങൾ ഈ വചനത്തെ ആ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ, നോക്കിക്കേ, നിങ്ങൾ ജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ വിചാരിച്ചിരിക്കും, ഇനി ടെൻഷൻ അടിക്കരുത്, സൗമ്യതയോടിരിക്കണം, താഴ്മയോടിരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന, കോപിപ്പിക്കുന്ന, പ്രകോപിപ്പിക്കുന്ന, പ്രവോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റ് ആകും. പരീക്ഷകൻ നിന്നെ തേടി വരും. അവിടെ നീ വചനത്താൽ ജയിക്കണം. ഞാൻ കോപിക്കില്ല, എന്നെ പ്രകോപിപ്പിക്കാൻ പറ്റില്ല, എൻ്റെ താഴ്മയെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല, എനിക്ക് കർത്താവിനോടുള്ള സ്നേഹത്തെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല, ഞാൻ ലോകത്തിലേക്ക് പോകില്ല, ഞാൻ യേശുവിനോട് ചേർന്നിരിക്കും, ഞാൻ വചനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ നടക്കും, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെ ഇരിക്കും, ഞാൻ ഏത് പ്രതികൂലത്തിലും ഞാൻ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും, ഏത് പ്രതികൂലത്തിലും ലോകത്തിൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുക്കില്ല, ഞാൻ വചനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ നടക്കും, ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കും. നീ ജയിക്കുമോ? നീ ജയിക്കുമോ? യു വിൽ ഹാവ് അനദർ പ്രൊമോഷൻ. ദൈവം തന്നെ അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അനേക സിറ്റുവേഷൻസ് വരുമ്പോൾ മനസ്സിലാക്കുക, ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് എ പ്രൊമോഷൻ. ഒരു പ്രൊമോഷൻ ലഭിക്കുവാനുള്ള ഒരു അവസരമാണിത്. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? വചനത്താലും, കുഞ്ഞാടിൻ്റെ രക്തത്താലും, ആത്മാവിൻ്റെ ഫലത്താലും, സർവായുധ വർഗത്താലും നിങ്ങൾ ജയിക്കണം. എങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാകും. ഹൗവയും ആദാമും തോറ്റതുപോലെ നിങ്ങൾ തോൽക്കേണ്ടവരല്ല, നിങ്ങൾ ജയിക്കേണ്ടവരാണ്. ജയിച്ചാൽ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് കർത്താവ് ഒരു ഓപ്പണിംഗ് തുറന്നു തരും. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ചില പ്രതികൂലങ്ങളിൽ നിങ്ങൾ കൊല്ലപ്പെടേണ്ടുന്ന ഒരു വളർച്ചയെ നിങ്ങൾക്കുള്ളൂ. എന്നാൽ നിങ്ങൾ അല്പം കൂടി അടുത്ത ലെവലിലേക്ക് കയറുകയാണെങ്കിൽ ഇല്ല, കൊല്ലുവാൻ കഴിയില്ല, ദൂതൻ ഇറങ്ങി വരും. എലിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പീഡനങ്ങൾ വന്നപ്പോൾ ചിലർ കൊല്ലപ്പെട്ടു. എന്നാൽ അല്പം കൂടെ വളർച്ച പ്രാപിച്ച ദാനിയേലിന്റെ കാലഘട്ടത്തിൽ സിംഹത്തിന്റെ കുടിയിലിട്ടപ്പോൾ സിംഹത്തിന്റെ വായടയ്ക്കുവാൻ ദൂതൻ ഇറങ്ങി വന്നു. എന്തുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട പ്രവാചകന്മാരെ രക്ഷിപ്പാൻ ദൂതൻ ഇറങ്ങാത്തത്? അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ളൂ. എന്നാൽ ദാനിയേലിന് വേണ്ടി ദൂതൻ ഇറങ്ങുവാൻ തക്കവണ്ണമുള്ള ഒരു വളർച്ച ദാനിയേൽ കൈവരിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവിനെ നോക്കിക്കേ, ഏലിയാവിന്റെ വളർച്ച അതിലും അധികമാണ്. അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ദാനിയേലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി, പക്ഷെ ഏലിയാവിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓരോ സിറ്റുവേഷനിലും വചനത്താൽ ജയിച്ചാൽ ക്ഷമയെ നശിപ്പിക്കുന്ന സിറ്റുവേഷൻസ് വരും, ക്ഷമിക്കണം. ക്ഷമയെ പരിശോധിക്കുന്ന സിറ്റുവേഷൻസ് വരും, ക്ഷമിക്കണം. സ്നേഹത്തെ നഷ്ടപ്പെടുത്തി വെറുപ്പിനെ കൊണ്ടുവരുന്ന സിറ്റുവേഷൻസ് വരും, വെറുപ്പ് വേണ്ട, സ്നേഹം മതി. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറയുന്ന, നിങ്ങൾക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ചിലരെ കുറിച്ച് വെറുപ്പ് വരുന്നില്ലേ? നീ തോറ്റുപോവുകയാണ്. നിന്റെ ഹൃദയത്തിൽ ചിലരെ കുറിച്ച് മുറുമുറുപ്പ് വരുന്നില്ലേ? നീ തോറ്റുപോവുകയാണ്. നിന്റെ ഹൃദയത്തിൽ നിനക്കെതിരെ അപവാദം പറയുന്നവരെ കുറിച്ചും വെറുപ്പല്ല വരേണ്ടത്, നിന്റെ ഉള്ളിൽ വരേണ്ടത് സ്നേഹമാണ്. ശത്രുക്കളെ സ്നേഹിപ്പാൻ പഠിപ്പിച്ച കർത്താവ്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച കർത്താവ്. ഇനി ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കില്ല, ഇനി ഞാൻ അവൻ്റെ അടുത്ത് മിണ്ടില്ല. നീ പിശാചിന് ഇടം കൊടുത്ത വ്യക്തിയാണ്. നിന്റെ മേൽ പരിശുദ്ധാത്മാവിന് ഇടമില്ല, വചനത്തിന് ഇടമില്ല. അതുകൊണ്ടാണ് നിന്റെ പിണക്കം, അതുകൊണ്ടാണ് നിന്റെ കയ്പ്, അതുകൊണ്ടാണ് നിന്റെ പക, അതുകൊണ്ടാണ് നിന്റെ വെറുപ്പ്. നീ പിശാചിന് ഇടം കൊടുത്തിരിക്കുകയാണ്. ജയിച്ചു പുറത്തു വാ. സ്നേഹത്താൽ ജയിക്ക്, താഴ്മയാൽ ജയിക്ക്, ക്ഷമയാൽ ജയിക്ക്, നീതിയാൽ ജയിക്ക്, ദയയാൽ ജയിക്ക്. ജയിച്ചാൽ നിന്നെ കർത്താവ് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. ദൂതന്മാരുടെ ശുശ്രൂഷ നിനക്ക് ലഭിക്കുന്ന ലെവലിലേക്ക്, തീ ഇറങ്ങുന്ന ലെവലിലേക്ക്, മഹത്വം വെളിപ്പെടുന്ന ലെവലിലേക്ക്, സ്പോട്ടിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ലെവലിലേക്ക് നിന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ.
മഹത്വകരമായ കാര്യങ്ങൾ കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ആ മഹത്വത്തെ പ്രാപിച്ചെടുക്കേണ്ടതും അത് വെളിപ്പെടുത്തേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനെ വോളണ്ടിയറായിട്ട് ഒന്നും ചെയ്യുവാൻ ഇഷ്ടമില്ല. പകരം നമ്മളായിട്ട് നമ്മെ ഒരുക്കി ദൈവത്തിൻ്റെ മഹത്വത്തെ കൊണ്ടുവരണം. നമ്മെ ഒരുക്കുകയാണെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടുതലായി വെളിപ്പെടുകയുള്ളൂ. നമുക്ക് നമ്മെ ഒരുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് മുഖപക്ഷമില്ല. അധികം തേജസ് നിങ്ങളിൽ തരുവാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. അധികം ശക്തി നിങ്ങളിൽ തരുവാൻ ഇഷ്ടമുണ്ട്. അധികം അഭിഷേകം നിങ്ങളിൽ തരുവാൻ ഇഷ്ടമുണ്ട്. അധികം ദൈവികമായ കാര്യങ്ങൾ നിങ്ങളിൽ വെളിപ്പെടുത്തുവാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. നമുക്ക് നമ്മെ വിട്ടുകൊടുക്കാം, നമുക്ക് നമ്മെ ഒരുക്കാം. ലോകത്തിൽ കഷ്ടമുണ്ട് എന്നുള്ളത് ശരിയാണ്. കാരണം അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന പിശാചാണ് ലോകത്തിന്റെ പ്രഭു. എന്നാൽ അവന് നമ്മോട് കാര്യമില്ല. ലോകത്തെ ജയിച്ച ജയമുള്ള യേശു നമ്മോട് കൂടെയുള്ളപ്പോൾ ആ കഷ്ടപ്പാടുകൾ നമ്മുടെ മേൽ ജയിക്കുകയില്ല. ദൈവദൂതന്മാരുടെ കാവലും പരിപാലനവും നമുക്കുണ്ടാകും. ദൈവം വേലികെട്ടി കാത്തുകൊള്ളുന്ന ഒരു അനുഭവം തൻ്റെ മക്കൾക്കുണ്ടാകും. അത് നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. കഷ്ടതയിൽ കിടക്കണ്ട. കഷ്ടതയിൽ ദൈവഹിതമാണെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കണ്ട. ജയിച്ചു പുറത്തു വാ. ഹല്ലേലൂയ. സെർച്ച് ഫോർ ദാറ്റ്. എവിടെയാണ് ഞാനിനി നേരെയാക്കേണ്ടത്? എവിടെയാണ് ഞാനിനി ശരിയാക്കേണ്ടത്? നിന്നെ ദൈവം സ്പിരിച്വലി എവിടെയാണ് വെച്ചിരിക്കുന്നത് അവിടെ പ്രോപ്പറായി മാറ്. ട്രാക്കിൽ കയറ്. ഔട്ട് ഓഫ് ട്രാക്ക് നിൽക്കുമ്പോൾ നീ എന്തു ചെയ്താലും അത് നേരെയാകില്ല. ആ ട്രാക്കിലേക്ക് വാ. നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിലേക്ക് നീ വരുമ്പോൾ നിന്റെ കാര്യതകളിലെല്ലാം ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകും. എല്ലാത്തിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകും. എല്ലാത്തിലും ഒരു നീക്കുപോക്കുണ്ടാകും. ഉറവകൾ നിനക്കായി തുറന്നു വരും. ദൂതന്മാർ നിനക്കായി ഇറങ്ങി വരും. കർത്താവിന്റെ കരം നിനക്കായി ചലിക്കും. അലങ്കോലമായി കിടക്കുന്ന നിന്റെ ജീവിതത്തെ വചനത്താൽ നേരെയാക്ക്. ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കുഴിയിൽ കിടക്കണ്ട, ജയിലിൽ കിടക്കണ്ട, പുറത്തുവാ. യേശുവിന്റെ ശക്തിയാൽ നിന്നെ നീ ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തി പുറത്തുവാ. കർത്താവിന്റെ നാമത്തിന് നീ മുഖാന്തരം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.